പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഡോക്ടർ രാവുണ്ണിക്കുറുപ്പ് എന്ന സ്നേഹസമ്പന്നനായ മനുഷ്യൻ്റെ എല്ലാ വീക്ക്നെസ്സും അറിയുന്ന കൗശലക്കാരിയാണ് ഭാര്യയായ സരസ്വതിയമ്മ. പലവട്ടം വെള്ളം വെച്ചെങ്കിലും വേലുണ്ണിക്കുറുപ്പിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുക എന്ന അജണ്ട മാത്രം നടപ്പാക്കാൻ അവർക്ക് ഇക്കണ്ട കാലം അത്രയും ശ്രമിച്ചിട്ടും നടന്നില്ല. താൻ വരച്ച വരയിൽ റാൻ മൂളിച്ച് ഭർത്താവിനെ നിർത്താൻ വേണ്ട അസാമാന്യമായ മിടുക്കുണ്ട് അവർക്ക്. എല്ലാവർക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. സരസ്വതി അമ്മയ്ക്കും അങ്ങനെ തന്നെ. കഞ്ചാവ് വലിച്ച് കിറങ്ങി നടക്കുന്ന അശോകൻ വളരെ നല്ലവനാണെന്നാണ് അവരുടെ വിശ്വാസം. ജിമ്മാണ് അശോകനെ വഴിതെറ്റിക്കുന്നതെന്ന് അവർ കരുതുന്നു. താടിയും മുടിയും വെട്ടി വൃത്തിയായി നടന്നാൽ അശോകനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കാമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അശോകനോ കിട്ടാനും മാത്രം യോഗ്യത രാജിക്കുണ്ടോ എന്നതേ ഉള്ളൂ അവർക്ക് സംശയം. വായിക്കാം. അവകാശികളുടെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗം. ചതുരംഗക്കുരു നീക്കുന്നത് പോലെ പിഞ്ഞാണം മുന്നോട്ട് തള്ളി കയ്യിലെടുത്ത ജിലേബി തുണ്ട് വായിലേക്ക് ഉയർത്താൻ ഭാവിച്ചുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞു, തിന്നിൻ കുട്ടിയോളെ, വല്ലപ്പോഴും ഇത്തിരി സ്വീറ്റ്സ് തിന്നതുകൊണ്ട് അപകടമൊന്നുമില്ല. മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നവർ വേണ്ടെന്ന് തലയാട്ടി. വേണ്ടെങ്കിൽ വേണ്ട. സരസ്വതിയമ്മ പിഞ്ഞാണം ഭാനുവിൻ്റെ മുമ്പിലേക്ക് നീക്കിവെച്ചു. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, തിന്ന്. ഭാനു ചൊടക്കമൊന്നും പറയാതെ ഒരു ജിലേബി എടുത്തു സ്വന്തം ചെറിയ പിഞ്ഞാണത്തിലിട്ടു. സരസ്വതിയമ്മ സംതൃപ്തിയോടെ, അതേസമയം അസ്പഷ്ടമായി ഉള്ളിൽ തോന്നിയ അസുഖത്തോടെ ജിലേബി തുണ്ട് വായിലിട്ടു. നന്നായിട്ടുണ്ട്. ഭദ്ര കൂടെ നിന്ന് ചെയ്യിച്ചതാവും. അല്ലെങ്കിൽ നാണപ്പിന് നല്ല കൈപുണ്യമാണ്. എന്തുണ്ടാക്കിയാലും പ്രത്യേക ഒരു സ്വാദുണ്ടാവും. ഇവിടെയും ഉണ്ടല്ലോ 2-3 ശവങ്ങൾ, ശമ്പളം വാങ്ങി തിന്നാൻ മാത്രമായിട്ട്. തിന്നു നോക്ക് ഒരു കഷ്ണം മണിക്കുട്ടി, സരസ്വതിയമ്മ വീണ്ടും പറഞ്ഞു. മിനി, ഒരു കഷ്ണം തിന്നതുകൊണ്ട് സ്ലിമ്മിങ്ങിന് കോട്ടമൊന്നും വരില്ല. അതല്ല അമ്മായി, സ്വീറ്റ് എനിക്ക് വയറിന് പിടിക്കില്ല, അതും ഈ നേരല്ലാത്ത നേരത്ത്. രാത്രി ഊണ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കഷ്ണം നോക്കാമെന്നു മാത്രം. മിനിയോ, എനിക്കിപ്പോ വേണ്ട, കുട്ടികൾക്ക് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുത്തു. കുട്ടികൾ എവിടെയാ? ഭാനു ചോദിച്ചു. എന്തെങ്കിലും വികൃതി കാട്ടാവും. അവര് കളിക്കാണ്, സരസ്വതി അമ്മ പറഞ്ഞു. ഇത്തിരി കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ടിവിയുടെ മുമ്പിൽ ഇരിപ്പ് പിടിക്കും. തമ്മില് ഭേദം ഇത്തിരി കളിക്കാണ്. ഭാനു, ശരി, അമ്മ പറഞ്ഞാൽ അങ്ങനെ എന്ന ഭാവത്തിൽ തല പതുക്കെ ഒന്ന് ചലിപ്പിച്ചു. സരസ്വതി അമ്മയ്ക്ക് ഉള്ളിൽ വീണ്ടും അവ്യക്തമായ അസുഖം തോന്നി. മുൻപൊന്നും ഈ തോന്നൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ കൂടിക്കൂടി വരുന്നു. ഭാനുവിന്റെ അടക്കവും ഒതുക്കവും ചിലപ്പോൾ അഭിനയമല്ലേ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. ഭാസി അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് കൊല്ലം 11 പക്ഷേ ഭാനുവിനെ കുറിച്ച് എന്തഭിപ്രായമാണ് രൂപവത്കരിക്കേണ്ടത് എന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. കണ്ടാലും പെരുമാറ്റത്തിലും മഹാസാധുവാണ്. സ്വഭാവത്തിലും ഒരു ദൂഷ്യവുമില്ല. ഇങ്ങനത്തെ ഒരു സ്നുഷയെ അത്ര എളുപ്പം കണ്ടു കിട്ടില്ല ഇക്കാലത്ത്, അതും മലേഷ്യയിൽ. കല്യാണം ഉറപ്പിച്ചപ്പോൾ നേരിയ ഭയമുണ്ടായിരുന്നു. അച്ഛൻ മഹാകുറുക്കനാണെന്ന് സുപ്രസിദ്ധമാണ്. അമ്മയും വലിയ വൈഭവക്കാരിയായിരുന്നു പോലും. കേട്ടുകേൾവിയേ ഉള്ളൂ. ഭാസിക്ക് കല്യാണം ആലോചിക്കുന്ന കാലത്ത് ജീവിച്ചിരിപ്പില്ല. ഭാഗ്യവശാൽ മകൾക്ക് യാതൊരു ദുസ്വഭാവവും കിട്ടിയിട്ടില്ല. ഒന്നും കയറി പറയില്ല. പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ചെയ്യും. ഈ 11 കൊല്ലത്തിനിടയ്ക്ക് ഒരു ഉരസലും ഉണ്ടായിട്ടില്ല. വന്നു കയറുമ്പോഴേക്കും ഭരണം ഏറ്റെടുക്കാനാണ് സാധാരണ പെൺകുട്ടികളുടെ വെമ്പൽ, അല്ലെങ്കിൽ ഭർത്താവിനെ അമ്മയിൽ നിന്നും ഭിന്നിപ്പിക്കാൻ. അതാലോചിക്കുമ്പോൾ ഭാനു സീതയെയും ശീലാവതിയെയും ഉരുക്കി വാർത്തതാണ്. എങ്കിലും ചിലപ്പോൾ തോന്നുന്നു പുറമേ കാണുന്ന ഭാനുവിന്റെ ഉള്ളിൽ മറ്റൊരു ഭാനു ഉണ്ടെന്ന്. അങ്ങനെ തോന്നാൻ കാരണമൊന്നുമില്ല, എന്നാലും തോന്നിപ്പോകുന്നു. ഏതായാലും മിനിയെപ്പോലെ ശുദ്ധ പൊട്ടിയല്ല, അത് തീർച്ച. മിനി, സരസ്വതിയമ്മ മകളുടെ നേരെ കണ്ണയച്ചു. അവൾ മണിക്കുട്ടിയുമായി വർത്തമാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പുറത്ത് രമണിയും വത്സലയും രാജിയെ ചോദ്യം കൊണ്ട് ശ്വാസം മുട്ടിക്കുകയാണ്. എന്താ മിനിയും മണിക്കുട്ടിയും വലിയ സ്വകാര്യം? പ്രായമായവർക്ക് കേൾക്കാൻ വയ്യാത്തതാണോ? സ്വകാര്യമൊന്നുമില്ല. മിനി കസേരയിൽ നിവർന്നിരുന്നു. കോലാലംപൂരിലെ ഓരോ കാര്യം പറയായിരുന്നു. അതെന്ത് കാര്യം?
ഫൈനാൻസ് ക്ലബിന്റെ ആനുവൽ ഡേ ഫംഗ്ഷനെ പറ്റി മണിക്കുട്ടിയാണ് മറുപടി പറഞ്ഞത്. അമ്മായി വരില്ലേ? മണിച്ചേച്ചിയുടെ നാടകമുണ്ട്, മിനി പറഞ്ഞു. അമ്മ അറിഞ്ഞില്ലേ? ഇല്ല. മണിക്കുട്ടി ആക്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഉള്ളിൽ തോന്നിയത് പുച്ഛമാണ്. നാടകം കളിക്കാൻ നടക്കുന്നു, സുഗുവിന്റെ കൂടെ ആവും. കണ്ടില്ലേ, ഒരു കൊഞ്ചലും കുഴയിലും. തൈക്കിഴവി ആയി തുടങ്ങി. ഭാവം കണ്ടാലോ തെരണ്ട് തീണ്ടാരി തുടങ്ങിയതേ ഉള്ളൂ ഒന്നും. പ്രായത്തിനനുസരിച്ച് നടന്നില്ലെങ്കിൽ മഹാവൃത്തികേട് തന്നെ. അതൊരു പുലിവാല്. ദാത്തിൻ വാസകം തലയിൽ വെച്ച് കെട്ടിയതാണ്. മണിക്കുട്ടി കിണുങ്ങലോടെ തുടർന്നു. അവരൊക്കെ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ വെയ്യെന്ന് പറയാ? ദേ ആർ ബിഗ് പീപ്പിൾ. അതെ അതെ, നിലയും വിലയും ഉള്ളവര് പറയുമ്പോ തട്ടാൻ വയ്യല്ലോ. തലകുലുക്കി പരിപൂർണമായി പ്രകടിപ്പിച്ചു സരസ്വതി അമ്മ. മനസ്സിൽ കരുതിയത് പക്ഷെ മറിച്ചാണ്. അവര് നിർബന്ധിക്കുന്നു. ഇവളങ്ങോട്ട് വലിഞ്ഞു കയറിയതായിരിക്കും. കോലാലംപൂരിലെ ചെറുപ്പക്കാരികളും കാണാൻ കൊള്ളാവുന്നവരും വേറെ ഇല്ലാഞ്ഞിട്ട് വേണ്ടേ ഇവളെ നിർബന്ധിക്കാൻ? ലാസ്റ്റ് ഇയറിലെ ഫംഗ്ഷന് ടാബ്ലോയിൽ ഞാൻ ഭാരതമാതാവിന്റെ വേഷം കെട്ടിയത് കണ്ടപ്പോൾ മുതൽക്ക് പറഞ്ഞു തുടങ്ങിയതാണ് ദാത്തിൻ വാസകം. മണിക്കുട്ടിയുടെ ഉത്സാഹത്തിന്റെ വഴിമരുന്നിന് തീ പിടിച്ചിരുന്നു. അന്ന് കണ്ടോര് പറഞ്ഞു, മണി യു ലുക്ക് സോ യങ്. കേട്ടോ, സുരേഷ് എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് തോപ്പാൻ ഫാത്തിമ ആദ്യം വിശ്വസിച്ചതേയില്ല. ഇത്ര വലിയ മകനോ എന്നോ ചോദിച്ചത്. എനിക്ക് ഏറിക്കവിഞ്ഞാൽ 25 27 വയസ്സേ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത് അത്രേ. അല്ലെങ്കിലും മണിക്കുട്ടി ശരിക്കൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ 40 കഴിഞ്ഞു എന്ന് ആരും പറയില്ല. ഭംഗിവാക്കാണെന്ന് വ്യക്തമാവുന്ന സ്വരത്തിലാണ് സരസ്വതി അമ്മ പറഞ്ഞത്. പിന്നെ മലായിക്കാർക്ക് നമ്മുടെ വയസ്സ് നിർണ്ണയിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. നമുക്ക് ചീനത്തികളുടെ വയസ്സ് ശരിക്കും ഊഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് അവർക്കും. മണിക്കുട്ടിയുടെ മുഖം ആദ്യം തെളിയുന്നതും പിന്നീട് വാടുന്നതും കണ്ടപ്പോൾ ഉള്ളിൽ രസം തോന്നി. പറഞ്ഞതിലെ സൂചന അവൾക്ക് മനസ്സിലായിരിക്കുന്നു. കണ്ണു മുഖത്തുള്ളവർക്കൊക്കെ കണ്ടാലറിയാം ചെറുപ്പൊന്നുമില്ല എന്ന്. മുല വലിച്ചു കെട്ടി മുന കൂർപ്പിച്ച് നടന്നത് കൊണ്ടൊന്നും കാര്യമില്ല. കവിള് തൂങ്ങിത്തുടങ്ങി. എത്രയൊക്കെ ശ്രദ്ധിച്ച് ഡൈ ചെയ്താലും മുടി നരച്ചു തുടങ്ങിയത് മനസ്സിലാവും. ഉള്ള പൗഡറും ക്രീമും അത്രയും വാരി പൂശിയാലും കണ്ണിന്റെ ചോട്ടിലെ കാക്കക്കാലും മറയ്ക്കാനാവില്ലല്ലോ. നല്ലൊരു സ്ത്രീയാണ് കേട്ടോ തോപ്പാൻ. മണിക്കുട്ടി ഉത്സാഹത്തിന് കുറവില്ലാതെ തുടർന്നു. ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് ഭാവമൊന്നുമില്ല. എന്തത്ര ഭാവിക്കാനുള്ളത്? മിനി പറഞ്ഞു. 2 കൊല്ലം മുമ്പ് വരെ GH നേഴ്സായിരുന്നു. ഇപ്പോഴല്ലേ മിനിസ്റ്ററുടെ ഭാര്യയായുള്ളൂ. അപ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. സരസ്വതിയമ്മ മണിക്കുട്ടിയെ പിന്താങ്ങി. എരപ്പാളി മുതലാളിയാവുമ്പോഴാണല്ലോ കൂടുതൽ പ്രതാപം. അതാ ശരി, മണിക്കുട്ടി വിജയഭാവത്തിൽ പറഞ്ഞു. പക്ഷേ ഫാത്തിമയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. തോപ്പാൻ ചേർത്ത് വിളിക്കണത് കൂടി ഇഷ്ടമില്ല. അടുത്ത ഫ്രണ്ട്സ് ആവുമ്പോ എന്നെ വലിയ കാര്യമാണ്. ദിവസത്തില് 3 തവണയെങ്കിലും ഫോണിൽ വിളിക്കും. അവരാണ് കൂടുതൽ നിർബന്ധിച്ചത് ദാത്തിൻ വാസകത്തെക്കാളും. എന്നിട്ടും എനിക്ക് മടിയാണ്. ഐ ഫീൽ സോ നെർവസ്. എന്താത്ര നെർവസ് ആവാനുള്ളത്? മിനി ചോദിച്ചു. മണിച്ചേച്ചി സ്റ്റേജിൽ ധാരാളം കയറിയിട്ടുള്ളതല്ലേ? അത് കോളേജിൽ പഠിക്കുന്ന കാലത്തല്ലേ. കൊല്ലത്ര കഴിഞ്ഞു കുട്ടി. അതുകൊണ്ടെന്താ മണിക്കുട്ടി, റിഹേഴ്സൽ കഴിയുമ്പോഴേക്കും ധൈര്യം താനേ വരും. പോരെങ്കിൽ ഒരു പൂളി തിരികാനുള്ള സന്ദർഭം കൈവിടാൻ മനസ്സ് വന്നില്ല. സുഖമില്ലേ ഹെൽപ്പിന്? അതുകൊണ്ടാ സമ്മതിച്ചത് തന്നെ. മണിക്കുട്ടിയുടെ മുഖം തെളിഞ്ഞു. പൂളി തിരിയതുപോലും അവളൊരു അഭിമാനമായി കണക്കാക്കുന്നു. സുഖുവേട്ടന്റെ കൂടിയായത് ഭാഗ്യമായി. എന്റെ കുറവ് കൂടി മൂപ്പര് നികത്തിക്കോളും. സുഖുവേട്ടന്റെ ആക്ടിങ് ഈസ് വണ്ടർഫുൾ. എന്ത് റോളായാലും കേമമാക്കും. ആക്ട് ചെയ്യാൻ മാത്രമല്ല ഡയറക്റ്റ് ചെയ്യണതാ കാണേണ്ടത്. ഓരോരുത്തരുടെ ഭാഗം അഭിനയിക്കുന്നത് കാണണം. എന്ത് രസാന്നോ. ഇന്നാളൊരു ദിവസം ഒരു സീനിൽ എൻ്റെ ഭാഗം അഭിനയിച്ച് കാണിച്ചപ്പോൾ എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. തനിപ്പെണ്ണിനെ പോലെ. കുലുങ്ങിച്ചിരിക്കുന്നതിനിടയിൽ മണിക്കുട്ടി ഓട്ടക്കണ്ണിട്ട് സിറ്റിംഗ് റൂമിലേക്ക് നോക്കിയത് ശ്രദ്ധിച്ചു. സുഗുവിനെ അന്വേഷിക്കുകയാണ്. ആണുങ്ങൾ മുകളിലേക്ക് പോയ കഥ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. 5 മിനിറ്റ് കാണാതിരിക്കാൻ വയ്യെന്ന് തോന്നും മട്ട് കണ്ടാൽ. വൃത്തികേട്. അന്യോന്യം കണ്ണുകാണിക്കലും കുണുങ്ങിച്ചിരിക്കലുമൊക്കെ അസഖ്യം തന്നെ. ഇവിടെ വരുമ്പോഴെങ്കിലും ഒന്ന് മറച്ചു പിടിച്ചൂടെ ശവത്തിന്? ഒന്നുമില്ലെങ്കിൽ കുട്ടനെന്റെ ആങ്ങളെയല്ലേ.
കുട്ടൻ കുറെ എളിതരം കൊടുത്തു, അതാ പറ്റിയത്. അവനൊരു സാധു, അങ്ങനെയും ഇങ്ങനെയും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കും. അതിന് മാത്രമേ അറിയൂ. ഇവളത് വാരി വീശാനും. അവൻ്റെ ഒരു തലയിലെഴുത്ത്, അല്ലാണ്ട് എന്ത് പറയാനാ. അമ്മായി സുഖുവേട്ടൻ്റെ ആക്ടിങ് കണ്ടിട്ടില്ലല്ലോ? ആരും ഒന്നും പറയാതിരുന്നപ്പോൾ മണിക്കുട്ടി ചോദിച്ചു. വളരെ ടാലന്റഡ് ആണ്, ധാരാളം കണ്ടിട്ടുണ്ട്. ഇവൾ പറഞ്ഞു വേണോ താനറിയാൻ? സുഖുവിന് അവൻ്റെ അച്ഛൻ്റെന്ന് കിട്ടിയതാണ്. അപ്പുനായര് വലിയ കഥകളിപ്രാന്തനും നാടക കമ്പക്കാരനുമായിരുന്നു അത്രേ. അസലായിട്ട് പാടുകയും ചെയ്യും. ഉവ്വോ? മണിക്കുട്ടി ഡൈനിങ് മേശമേ കൈമുട്ടുകൾ ഊന്നി മുന്നോട്ട് ആഞ്ഞിരുന്ന് താല്പര്യം പ്രദർശിപ്പിച്ചു. അമ്മായി കണ്ടിട്ടുണ്ടോ? ഞാനോ? ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ കാണാനാ? ഞാൻ ഇവിടെ വരണതിന് എത്രയോ കൊല്ലം മുമ്പേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. പറഞ്ഞു കേട്ട വിവരമേ എനിക്കുള്ളൂ. എന്നാലും ഇതേവരെ ഞാനത് മനസ്സിലാക്കിയില്ല കേട്ടോ. മണിക്കുട്ടി അത്ഭുതം രേഖപ്പെടുത്തി. സുഖുവേട്ടനോട് ചോദിക്കട്ടെ, അവനെന്തറിയാന്? അപ്പുനായര് മരിക്കുമ്പോൾ അവന് 4-5 വയസ്സേ ആയിട്ടുള്ളൂ. വിശാല ചേച്ചി ഭദ്രയെ ഗർഭമായിട്ട് 7 മാസത്തിലാണ് അദ്ദേഹം മരിച്ചത്. അത് പിന്നെ ഏട്ടൻ തന്നെയാണ് അവർക്കൊക്കെ അച്ഛൻ. ശ്രീധരന് മാത്രം വല്ല ഓർമ്മയും കാണുമായിരിക്കും. എന്നാലും അത്ഭുതം അതല്ല, ശ്രീധരന് ആ കളിയും ചിരിയും ഒന്നും കിട്ടിയിട്ടില്ല. കാര്യക്കുട്ടിയാണ്. അത് വല്യച്ഛൻ്റെ ട്രെയിനിങ്ങാ, മിനി ഇടയ്ക്ക് കയറി പറഞ്ഞു. അല്ലെങ്കിലും അച്ഛൻ്റെ കഴിവുകളെ എല്ലാ മക്കൾക്കും ഇൻഹെറിറ്റ് ചെയ്യണമെന്നില്ല. അത് ശരിയാണ്, സരസ്വതി അമ്മ മകളോട് യോജിച്ചു. ഭദ്രയ്ക്കും കിട്ടിയിട്ടില്ല, പക്ഷെ രാജിക്ക് കിട്ടിയിട്ടുണ്ട്. ഛായ മുത്തച്ഛിയുടെ ആണെങ്കിലും പ്രകൃതി മുത്തച്ഛൻ്റെ ആണെന്ന് ഏട്ടൻ തന്നെ പറയാറുണ്ട്. അതിൽ അത്ഭുതമില്ല അമ്മേ, മിനി നിസ്സാര കാര്യം പോലെ പറഞ്ഞു. എപ്പോഴും മക്കളുടെ മക്കൾക്കാണ് പാരമ്പര്യം കൂടുതൽ കിട്ടുക. ഈസ് ദാറ്റ് സോ? മണിക്കുട്ടി എന്തോ അത്ഭുതകരമായ സത്യം കേട്ടതുപോലെ പുരികമുയർത്തി. കുറ്റമല്ല രാജി ഇങ്ങനെ ഷൈൻ ചെയ്തത്. എന്താ മണിച്ചേച്ചി രാജി ചേച്ചിയെ കുറിച്ച് പറയണത്? വത്സല മേശയുടെ അറ്റത്ത് നിന്ന് പെട്ടെന്ന് വിളിച്ചു ചോദിച്ചു. ക്യാൻ ബി ആൾസോ ഹിയർ? രാജി ചേച്ചി വളരെ ടാലന്റഡ് ആണെന്ന് പറയായിരുന്നു. ഷുവർ മാൻ. രമണി ലിപ്സ്റ്റിക് പിളർത്തി ചിരിച്ചു. ഷീസ് എ ജീനിയസ്. വാട്ട്? രാജി വിനയഭാവത്തിൽ പുഞ്ചിരി തൂകി. ട്ടോ രാജി. മണിക്കുട്ടി ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഫംഗ്ഷന് രാജിയുടെ ഒരു ഡാൻസ് വേണം. ഇറ്റ് വിൽ ബി എ ഹിറ്റ്. രാജി വയ്യെന്ന് തലയാട്ടി. ഞാൻ കുട്ടികൾ എവിടെയാ നോക്കട്ടെ. ഭാനു എഴുന്നേറ്റു. വളരെ ആയാസപ്പെട്ടാണ് എണീറ്റത്. നേരെ സന്ധ്യയായി തുടങ്ങിയല്ലോ. നീ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നില്ല അല്ലേ? പറ്റിയില്ല. അതൊന്നും സാരമില്ല. കസേര നീക്കിയിട്ട് ഭാനു അടുക്കളയുടെ ഭാഗത്തുള്ള വരാന്തയിലേക്ക് പോയി. ഗർഭഭാരവും വഹിച്ച് പതുക്കെ പതുക്കെ താറാവിനെ പോലെ നടക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു വിഷമം. അല്ലെങ്കിലേ നല്ല തടി. ഗർഭമാവുമ്പോഴേക്കും വയറു വന്ന് വീർക്കുകയും ചെയ്യും. 2-3 മാസമേ ആയിട്ടുള്ളൂ. നടക്കാൻ വയ്യാതായി കഴിഞ്ഞു. ഭാനുവിന് ഇത്തവണ പതിവിലും ജാസ്തി ക്ഷീണമുണ്ട്. തടിയുടെയാണ്. അതെ, തടിയുടെയാണ്. മിനി യോജിച്ചു. വെറുതെ ഒരിടത്തിരിക്കാതെ കുറെ കൂടി ആക്റ്റീവ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞേൽപ്പിച്ചു. ഇന്നാള് നീ നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞില്ലല്ലോ. ചേട്ടനൊന്നും പറഞ്ഞില്ലേ? അവനെ ഇപ്പൊ കാണാൻ കിട്ടല് തന്നെ ചുരുക്കാണ്. യൂറിനും ബ്ലഡ് പ്രഷറും മറ്റും നോർമലാണ്. കഴിഞ്ഞ തവണ ശ്വാസം മുട്ടിന്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. ഇത്തവണ ഇല്ലാന്നാ പറഞ്ഞത്. പറയാറായിട്ടില്ല. ഏതായാലും അടുത്ത തവണ നീ കോലാലംപൂർക്ക് പോകുമ്പോ അവളെയും കൂടി കൊണ്ടുപോയിക്കോ. ഡോക്ടർ നായകിയെ ഒന്ന് കാണിക്കണതാ നല്ലത്. ഓക്കെ, കാണിക്കാം. അമ്മായി ഇന്ന് കോലാലംപൂർക്ക് വരുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടെന്തേ? മണിക്കുട്ടി ചോദിച്ചു. ഞാനും പോണമെന്ന് വിചാരിച്ചതാണ് സ്വാമിജിയുടെ പ്രസംഗത്തിന്. എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇനിയും ഉണ്ടാവൂലോ. ഭാനു അടുക്കള ഭാഗത്തു നിന്നും തിരിച്ചു വന്നു. വിരൽത്തുമ്പിൽ പുഷ്പയുണ്ട്. സാവധാനത്തിൽ ഡൈനിങ് റൂം മുറിച്ച് കടന്ന് കോണി കയറാൻ ആരംഭിച്ചു. 1-2 പടി കയറിയാൽ നിൽക്കും, കിതയ്ക്കും. എന്തോ നല്ല പന്തിയല്ലെന്ന് തോന്നുന്നു. പറയാൻ വയ്യ. എല്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓരോ പ്രസവവും കഴിഞ്ഞു കിട്ടുന്നതും ചത്ത് ജീവിച്ച് കിട്ടുന്നത് പോലെയാണ്. കുട്ടികൾ 3 സ്റ്റെറിലൈസ് ചെയ്യായിരുന്നു നല്ലത്.
കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, കേട്ടില്ല. ഭാസിക്ക് സമ്മതമല്ലാത്രേ. അവനെന്താ സമ്മതമല്ലായിക? സമ്മതമല്ലെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവനെയാണെങ്കിൽ എന്തു കാര്യവും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല. സാധുവാണ് ചെക്കൻ. കുറച്ചെടുത്ത് ചാട്ടണ്ടെന്നല്ലാതെ ഒന്നുമില്ല. മഹാശുദ്ധൻ. ആർക്കും എളുപ്പം പറഞ്ഞു പറ്റിക്കാം. രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ പൊങ്ങും. തനി അച്ഛൻ തന്നെ. എങ്ങനെയാ കഴിഞ്ഞുകൂടുക എന്ന് കണ്ടു തന്നെ അറിയണം. കൊണ്ടു നടക്കേണ്ടത് ഭാനുവാണ്. ഇവളാണെങ്കിൽ പച്ചച്ചാണകത്തിന് തീ പിടിച്ച മട്ടാണ്. പച്ചവെള്ളം ചവച്ചിറക്കുന്ന പ്രകൃതി. അത്രത്തോളം കാണുമ്പോഴാണ് ഒക്കെ നാട്യമല്ലേ എന്ന് തോന്നുന്നത്. തനിക്ക് വേണ്ട കാര്യത്തിനെല്ലാം ഭാസിയെ പിടിച്ച പിടിയിൽ നിർത്തുന്നുണ്ട്. പിടിച്ച പിടിയാലെ വൈരക്കമ്മല് വാങ്ങിപ്പിച്ചത് കണ്ടില്ലേ? എന്നാലും ഇങ്ങനൊരു ആഭരണഭ്രമം. തനി പഴഞ്ചൻ മട്ട്. കയ്യിലും കഴുത്തിലും കുറേ പൊന്ന് തട്ടി ഉരുട്ടിയിടണമെന്ന് മാത്രം പഠിച്ചിട്ടുണ്ട്. എത്രയായാലും റബ്ബർ തോട്ടത്തിൽ കിടന്ന് വളർന്നതല്ലേ. കേട്ടോ അമ്മായി? നോട്ടം കോണിയിൽ നിന്നും പിൻവലിച്ച് മണിക്കുട്ടിയുടെ നേരെ തിരിച്ചു. കേട്ടോ അമ്മായി, ഞാൻ രാജിയോട് പറയായിരുന്നു, ഷി ഷുഡ് കം ടു കോലാലംപൂർ. ഇവിടെ തന്നെ കൂടിയാൽ ബോറടിക്കും. അതെന്താ മണിക്കുട്ടി? ഞങ്ങളൊക്കെ ഇവിടെയല്ലേ കഴിച്ചു കൂട്ടണത്. വലിയ ബോറടിയൊന്നും തോന്നണില്ലല്ലോ. അമ്മായിയുടെ കഥ വേറെ. അതുപോലെയാണോ രാജി? അവൾക്ക് ചെറുപ്പല്ലേ. ഇവിടെ എന്ത് സോഷ്യൽ ലൈഫാ ഉള്ളത്? KLിലാണെങ്കിൽ ഷി വിൽ ഹാവ് എ ഗുഡ് ടൈം. യെസ് രാജി ചേച്ചി, വത്സലയും രമണിയും ഒപ്പം പറഞ്ഞു. രാജി അങ്ങുമിങ്ങും തൊടാതെ പുഞ്ചിരി തൂകി. അവൾക്ക് വലിയ താല്പര്യമില്ലെന്ന് വ്യക്തമായിരുന്നു. മറ്റു രണ്ട് കുട്ടികളുടെ നടുക്ക് അവൾ തെളിഞ്ഞു നിൽക്കുന്നു. സുന്ദരി തന്നെയാണ്, സംശയമില്ല. രാധാകൃഷ്ണന് നല്ല യോജിപ്പായിരുന്നേനെ. അത് നടന്നില്ല. വത്സലയുടെ അടുത്തിരിക്കുമ്പോൾ നിറം ഇരട്ടിച്ചതുപോലെയുണ്ട്. വത്സല മഹാമോശം തന്നെ. അമ്മയുടെ അച്ഛൻ്റെ നല്ലതൊന്നും കിട്ടിയിട്ടില്ല. ശ്രീധരൻ കണ്ടാൽ യോഗ്യനാണ്. ഭാമയും അത്ര മോശമൊന്നുമല്ല. ഇവളെങ്ങനെ തമിഴത്തിയെ പോലെയായി? അത് നോക്കുമ്പം രമണി സുന്ദരിയാണ്. മൂക്കിനും മിഴിക്കും കോട്ടമില്ല. സഹിക്കാൻ വയ്യാത്ത പരിഷ്കാരാണ്. സ്ലിം ചെയ്ത് മുള്ളു പോലെയുണ്ട്. വേഷമോ ശിവ ശിവ. ലിപ്സ്റ്റിക്ക്, കണ്ണിൻ്റെ പോളയമേല് ചായം, ഉരിയാറ്റ കൂടുപോലെ തല, കൈയില്ലാത്ത ക്യാറ്റ് സൂട്ട്. അമ്മയ്ക്ക് സുഖമില്ലല്ലോ എന്ന് വിചാരിച്ച് സുഖലാളിച്ച് വഷളാക്കിയിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ മണിക്കുട്ടിയുടെ പഠിപ്പുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുമോ കണ്ടാല്? ടോമായി, മണിക്കുട്ടി വിട്ടില്ല. അമ്മായി എന്ത് പറഞ്ഞാലും ശരി, രാജിയെ എങ്ങനെയെങ്കിലും KLിലേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ആവുമ്പോൾ സമയം പോണത് അറിയില്ല. വലിയ വലിയ ആൾക്കാരെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. സോഷ്യൽ സർവീസിനാണെങ്കിൽ ധാരാളം സ്കോപ്പുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞതൊക്കെ മറക്കും. ലൈഫിൽ ഒരു ന്യൂ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ മുനിഞ്ഞിരുന്ന് കൂടുതൽ അൺഹാപ്പി ആവേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മിനി? ശരിയാണ്. രാജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് മിനി പറഞ്ഞത്. എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് നന്ന്. ഡൈവേർഷൻ തീർച്ചയായിട്ടും വേണം. ബ്രൂഡിങ് നന്നല്ല. ഞാൻ പറഞ്ഞില്ലേ? മണിക്കുട്ടി രാജിയെ നോക്കി മലർക്ക ചിരിച്ചു. മിനിയും അത് തന്നെ പറയുന്നു. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്. കോലാലംപൂർക്ക് വാ. ശ്രീമാമയുടെ അവിടെ താമസിക്കാലോ. ഇല്ലെങ്കിൽ എൻ്റെ കൂടെയാവാം. നീ എൻ്റെ പുതിയ വീട് കണ്ടിട്ടില്ലല്ലോ. രാജി ഇല്ലെന്ന് തലയാട്ടി. ബ്യൂട്ടിഫുൾ വീടാണ്. അത്ര വലുതൊന്നും അല്ലെങ്കിലും കെന്നി ഹില്ലില് ഇത്ര നല്ല സൈറ്റ് വേറെയില്ല. മിസ്സിസ് ടൗണർ വരുമ്പോഴൊക്കെ പറയും, മണി യു ഹാവ് എ മാർവലസ് ഹൗസ്. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറിലെ ഫസ്റ്റ് സെക്രട്ടറിയുടെ വൈഫാണ്. നല്ലൊരു സ്ത്രീ. ഓ രാജി, കോലാലംപൂരിൽ യു വിൽ മീറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ. കുറച്ച് ദിവസം വന്ന് താമസിച്ചു നോക്കൂ. ഞാൻ ശ്രീചേട്ടനോട് പറയാം. രാജി ഇരുന്നു പരിങ്ങി. മണിക്കുട്ടി പറയുന്നത് കാര്യമാണ്, സരസ്വതി അമ്മ പറഞ്ഞു. പക്ഷേ ഉടനെ തന്നെ അവൾ എങ്ങനെ വരാനാ? മദിരാശിയിൽ നിന്ന് എത്തിയിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. കുറേ ദിവസം അമ്മയുടെ കൂടെ താമസിക്കണ്ടേ? പിന്നെ ഇവിടെയാണെങ്കിൽ അവളുടെ മുത്തശ്ശന്റെ സപ്തതിയാണ് വരണത്. ഈ സമയത്ത് കോലാലംപൂരിൽ വന്ന് മണിക്കുട്ടിയുടെ കൂടെ വിലസി നടക്കാൻ അവൾക്ക് പറ്റോ? ഉടനെ തന്നെ വേണം എന്നല്ല. മണിക്കുട്ടി ഒരടി പിൻവാങ്ങി. പതുക്കം മതി. പക്ഷെ ഇവിടെ തന്നെ ഇങ്ങനെ മുനിഞ്ഞു കൂടരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വെച്ചടി മേലോട്ട് പോയിരുന്ന ബലൂൺ പെട്ടെന്ന് തുള വീണ് താഴെ തിറങ്ങിയത് കണ്ടപ്പോൾ ചിരി വന്നു.
രാജിയെ കോലാലംപൂരി കെട്ടിയെഴുന്നള്ളിച്ച് നടക്കാൻ ധൃതിയായി. കണ്ടാൽ കൊള്ളാവുന്ന കുട്ടി, സിനിമാ താരം. കൂടുതൽ ഹൈ സൊസൈറ്റിയിലേക്ക് താക്കോലായി ഉപയോഗിക്കാം. അത് കയ്യിലിരിക്കട്ടെ, ആ പൂതി പുഴുങ്ങി തിന്ന. ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ട് മോളെ. അശോകൻ തലമുടി വെട്ടി താടിയൊന്ന് വടിച്ചിരുന്നെങ്കിൽ. സരസ്വതിയമ്മ രാജിയുടെ നേരെ കണ്ണയച്ചു. ഒരു ദുർഘടത്തിൽ നിന്ന് രക്ഷിച്ചതിനുള്ള കൃതജ്ഞത അവളുടെ മുഖത്തുണ്ടായിരുന്നു. രാജി ചേച്ചി ഇപ്പോഴൊന്നും കെയിലേക്ക് വരില്ലേ? വത്സലയുടെ സ്വരത്തിൽ നിരാശയുണ്ടായിരുന്നു. ഒരു വീക്കെൻഡ് വരൂന്നേ. സച്ച് എ ലോട്ട് ടു ടോക്ക്. വരാ. രാജി തല ഉലുക്കി. അമ്മമ്മ ഇടയ്ക്കൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ ഗുഡ്. രമണി കൈകൊട്ടി. അടുത്ത വീക്കെൻഡ് തന്നെ വരൂ. ഇടി വത്സലേ, സരസ്വതി അമ്മ വിഷയം മാറ്റി. നീ എപ്പോഴും ഇങ്ങനെ കാതിലും കഴുത്തിലും ഒന്നുമില്ലാണ്ടെയാണോ നടക്കുക? കഴിഞ്ഞ തവണ കണ്ടപ്പോൾ കമ്മലെങ്കിലും ഉണ്ടായിരുന്നു, അതും വേണ്ടെന്ന് വെച്ചോ? ഐ ലൈക്ക് ഇറ്റ് ദിസ് വേ. നല്ല കൂത്തന്നെ. വല്ല യൂറോഷനോ ചിങ്കളത്തിയോ ആണെന്ന് തോന്നും. നിന്റെ അമ്മ ഒന്നും പറയാറില്ലേ? ഒന്നും പറയാറില്ല. അത് കൊള്ളാം. ഈ പ്രായത്തിൽ കുട്ടിയോട് ഇങ്ങനെ മൂളിയായിട്ട് നടന്നാലോ? ഒടുവിൽ വല്ല യൂറേഷന് വേണ്ടി വരും നിന്നെ കല്യാണം കഴിക്കാൻ. എല്ലാരും ചിരിച്ചു. വത്സല കൂസലില്ലായ്മ നടിച്ചു പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു മാരി. അതെന്താടി, കന്യാസ്ത്രീ മടത്തിൽ ചേരാനാണോ ഭാവം? വത്സല മറുപടി പറഞ്ഞില്ല. രമണി കുസൃതി ചിരിയോടെ പറഞ്ഞു, ബട്ട് സംബഡി വാണ്ട്സ് ടു മാരി ഹെർ. ഷട്ട് അപ്പ് രമണി. ഐ നോ എവരിത്തിങ്. ഇഫ് യു നോ, ഷട്ട് അപ്പ്. അതർവൈസ് ഐ ആൾസോ നോ. കുട്ടികൾ കലച്ചിൽ കൂട്ടാതിരിക്കും. സരസ്വതി അമ്മ ഇടപെട്ടു. നിങ്ങൾക്കൊക്കെ ധാരാളം ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒടുക്കം വല്ല കാക്കക്കുറവനെയും പിടിച്ചുകൊണ്ട് വരാതിരുന്നാൽ മതി. തമാശ മട്ടിലാണ് പറഞ്ഞത്. എങ്കിലും വത്സലയുടെ മുഖം താഴ്ത്തിയ നോട്ടം അർത്ഥഗർഭമായിരുന്നു. രമണി പിന്നെ തെറിച്ച് നടക്കുകയാണ്. സുരേഷിന്റെ ഒഫീഷ്യൽ ഗേൾഫ്രണ്ട് ആണെങ്കിലും. പക്ഷെ വത്സല, അവൾ അച്ഛന്റെ മകളാണെന്നല്ലേ വെപ്പ്. അടങ്ങിയൊതുങ്ങി. എന്നാലും കാണും ബോയ് ഫ്രണ്ട്. നാടും കാലോ ഇതല്ലേ. ആരാണാവോ? ഓ, ആരെങ്കിലും ആയിക്കോട്ടെ. പോയാൽ ഒരു ബാധ്യത ഒഴിഞ്ഞുവെന്ന് സമാധാനിക്കാം. ഭാമയ്ക്ക് ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. രാധാകൃഷ്ണനെ ആയിരുന്നു കണ്ണ്. അത് തെറ്റിയപ്പോൾ അശോകനെ. കാത്തിരിക്കട്ടെ. അശോകനെ കണി കാണാൻ കൊടുക്കില്ല. അശോകന് വത്സല പോരാ. ഒരു നിലയ്ക്കും കണ്ടാൽ ഒട്ടും ചേരില്ല. ഇതെന്താ സാധനം? ഒരു വർക്കത്തുമില്ല. ഭാമയ്ക്ക് മുഖത്ത് നല്ല ശ്രീയുണ്ട്. ഇവൾക്ക് അതുമില്ല. അമ്മയുടെ കണ്ണുകളും കിട്ടിയിട്ടില്ല. മുടിയാണെങ്കിൽ തനിച്ചെമ്പൻ. ആകപ്പാടെ ശരീരത്തിൽ കുറച്ച് മാംസമുണ്ട്. ഈ നിലയ്ക്ക് പോയാൽ കുറെ കഴിയുമ്പോൾ ഭാനുവിനെ വെട്ടിക്കും. ഏതായാലും നമുക്ക് വേണ്ട. അശോകൻ എത്ര നല്ല കുട്ടിയാ കണ്ടാല്. തലമുടി ഒന്ന് ക്രോപ്പ് ചെയ്ത് താടിയൊന്ന് വടിച്ചു കളഞ്ഞ് ഇത്തിരി വൃത്തിയിലും വെടിപ്പിലും നടന്നാൽ പെൺകിടാങ്ങൾ പിന്നിൽ നിന്ന് ഒഴിയില്ല. ആ ജിം കഴിവേറിയുടെ പിടിയിൽ നിന്നൊന്ന് വിട്ടു കിട്ടിയാൽ മതി. ഒരുപക്ഷെ കുട്ടൻ പറഞ്ഞത് ശരിയായിരിക്കും. പിടിച്ച് കല്യാണം കഴിച്ചാൽ വട്ടൊക്കെ മാറും. രാജിക്ക് നല്ല യോജിപ്പായിരിക്കും. പക്ഷേ പെണ്ണ് സുന്ദരിയാണെങ്കിലും വക്കുപൊട്ടിയ ചരക്കല്ലേ. അതാലോചിക്കുമ്പോ നേരെ ഒരുപാടായിട്ടോ? മണിക്കുട്ടി വാച്ച് നോക്കി. ഓ ഗോഷ്, 7 ആവണു. 7-ന് കോലാലംപൂരിൽ എത്തണം എന്ന് വിചാരിച്ചിരുന്നതാണ്. നേരം പോയത് അറിഞ്ഞില്ല. എന്താ അത്ര ധൃതി? പാൻശ്രീ ഖാൽസുമിനെ ഒന്ന് കാണേണ്ടതായിരുന്നു. മണിക്കുട്ടി എണീറ്റു. അവര് നാളെ രാവിലെ ജപ്പാനിലേക്ക് പോവാണ്. എയർപോർട്ടിൽ പോവലൊരു ബോധറേഷൻ. ഈവനിങ്ങില് വീട്ടിൽ പോയി ഗുഡ് ബൈ പറയാമെന്ന് വിചാരിച്ചിരുന്നാണ്. ഇപ്പോഴും ടൂ ലേറ്റ് ആയിട്ടില്ല. മുകളിലത്തെ സഭ എന്തായി ആവോ? സരസ്വതി അമ്മ എഴുന്നേറ്റു. രമണി, പോയിട്ട് അച്ഛനോട് പറയും മണിച്ചേച്ചിക്ക് പോവാറായി എന്ന്. വിളിച്ചുകൊണ്ടുവാ. ഇപ്പൊ പുറപ്പെട്ടാൽ 9-നെങ്കിലും എത്താം. ഓക്കെ. രമണി എണീറ്റപ്പോൾ വത്സയും രാജിയും ഒപ്പം എഴുന്നേറ്റു. പിന്നെ മിനിയും ഇരുന്നില്ല. സഭ പിരിഞ്ഞപ്പോൾ സരസ്വതി അമ്മ അടുക്കള ഭാഗത്തേക്ക് നടന്നു. പോകും വഴിക്ക് വാഷ് ബേസിനിൽ കൈ നനച്ചു. ജിലേബിയുടെ മെഴുക്കുണ്ട്. അടുക്കള മുറ്റത്തുള്ള ഒട്ടുമാവിന്റെ ചോട്ടിൽ കുട്ടികൾ കളി തുടരുന്നു. ലൈറ്റ് ഇട്ടിട്ടും കൂടിയില്ല. ജയൻ മാവിന്റെ കൊമ്പത്ത് തൂങ്ങി സർക്കസ് കാണിക്കുകയാണ്. ഒരു ദിവസം വീണ് എല്ലൊടിക്കും. പറഞ്ഞാൽ ഒരു കൂസലുമില്ല. സ്മിതയും കൂട്ടുണ്ട്. അവള് പെൺകുട്ടിയുടെ മട്ടൊന്നുമല്ല, തനി ടോംബോയ്. ഒരു വളർച്ചയില്ലേനും. 11 വയസ്സ്. പക്ഷേ
സുനിലിനാണ് വലിപ്പം കൂടുതൽ. അവൻ മിടുമിടുക്കൻ, കരടിനെ മുറിച്ചു വെച്ച മാതിരിയുണ്ട്. നിമ്മിക്ക് അവനേക്കാൾ 1 വയസ്സ് കൂടുതലില്ലേ? എന്താ കാര്യം? മണ്ടിപ്പെണ്ണ്, അമ്മയെപ്പോലെ ഒരു മന്തിപ്പാറു. എന്നാലും സ്നേഹമുണ്ട്. മുത്തശ്ശീന്ന് വിളിച്ച് വാലും പിടിച്ചോണ്ട് നടക്കും. പുഷ്പയെ പോലെ തള്ളമ്മയെ പറ്റിയല്ല. അതെന്താ പണ്ടം? 5 വയസ്സായിട്ടില്ല, ഇപ്പോഴേ വലിയൊരു മുത്തശ്ശിയുടെ മട്ടാണ്. ഗുരുവായൂരപ്പ, കുട്ടികൾക്കൊക്കെയും ആയുസിട്ട് കൊടുക്കണേ. അതെ, ആയുസിട്ട് കിട്ടിയാൽ മതി. 2-3 കണ്ണെത്താത്ത ദിക്കിലുമുണ്ട്. ഓരോന്നിനെയും കണ്ടിട്ട് എത്ര കാലായി. ഷീലയും വിക്രമനെയും കണ്ടിട്ട് തന്നെയില്ല. ജയ്ദീപ് മിടുക്കനായിരിക്കുന്നു. നന്ദൻ വീണ്ടും കുട്ടിയായതുപോലെയുണ്ട് കണ്ടാൽ. നന്ദനെയും കുട്ടികളെയും കണ്ടിട്ടും കൊല്ലം 5 കഴിഞ്ഞു. ഓസ്ട്രേലിയ ഇത്രയൊക്കെ അകലെയാണോ? ഒന്ന് വന്നുകൂടി. പഠിക്കാൻ പോയവൻ ഭാര്യയും കൊണ്ടാണ് തിരിച്ചു വന്നത്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിട്ടേ വിവരം അറിയിച്ചുള്ളൂ. എന്താ ചെയ്യുക? ബെറ്റിനയ്ക്ക് കുഴപ്പമൊന്നും പറഞ്ഞുകൂടാ. എന്നാലും ആസ്ട്രേലിയക്കാരി വേണ്ടിയിരുന്നില്ല. മലയാളി അല്ലെങ്കിലും ഇന്ത്യക്കാരിയെങ്കിലും ആയാൽ മതിയായിരുന്നു. തലയിലെടുത്ത്. അവന് ആസ്ട്രേലിയക്കാരനായി കഴിയാനാണ് യോഗം. വരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. വരവ് മാത്രം കാണാനില്ല. രാധാകൃഷ്ണൻ പിന്നെ 3 കൊല്ലത്തിലൊരിക്കൽ എത്തും. ജ്യോതിയുടെ ആരോഗ്യം എങ്ങനെയുണ്ടോ ആവോ? കാനഡയിലെ കാലാവസ്ഥ പിടിക്കില്ല. അടുത്ത തവണ വരുമ്പോൾ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറയാം. കാനഡയിൽ നിന്ന് പിടിച്ചു വല്ല ആഫ്രിക്കയിലേക്കും മാറ്റും. ഫോറിൻ സർവീസ് അല്ലേ, എന്തു ചെയ്യും? അച്ഛനും അമ്മയും കുറേ ദിവസം ചെന്ന് താമസിക്കാഞ്ഞിട്ട് അവൻ്റെ പരാതി. രമയും അതുതന്നെ പറയുന്നു. ബാലരാമന് ഇപ്പോഴൊന്നും അവധിയെടുത്ത് വരാൻ പറ്റില്ലാത്രേ. റിസർച്ചും തീസിസും കഴിയാൻ 2 കൊല്ലമെങ്കിലും പിടിക്കും. അതുവരെ ശ്വാസം വിടാതെ അധ്വാനിക്കണം. അതുകൊണ്ട് അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരൂ. അമേരിക്ക കണ്ടിട്ടില്ലല്ലോ, കൂട്ടത്തിൽ കാനഡയിലും താമസിക്കാം. അത് ശരിയാണ്, കാണാത്ത നാടുകളാണ്. യൂറോപ്പും പണ്ടെന്നോ കണ്ടതാണ്. പോണമെന്നൊക്കെയായിരുന്നു പ്ലാൻ. അശോകന്റെ കോഴ്സ് തീരുന്നതോടുകൂടി. അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് ഏട്ടന് മൂക്ക് വീർത്തുന്നായി. പിന്നെ ആന വലിച്ചാലും ഇളകില്ല. ചെക്കനാണെങ്കിൽ അവന്റെ തലയും തിരിഞ്ഞു. തനി കോപ്രായനായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു യോഗം. കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി അശോകനാണ്. 7 ഡിസ്റ്റിങ്ഷനോടുകൂടി HSC പാസ്സായ കുട്ടിയാണ്. കാലം കീഴ്മേൽ മറിഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? കല്യാണം കഴിപ്പിച്ചാൽ അതൊരു പഴയ തിയറിയാണ്. എന്നാലും പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. രാജി. സരസ്വതിയമ്മ എന്തോ ഓർത്തതുപോലെ ചവിട്ടിയിൽ കയറി ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ആരുമില്ല. കുട്ടികളുടെ ഒച്ച കേൾക്കാനില്ല. പക്ഷേ TV-യുടെ ശബ്ദമുണ്ട്. സിറ്റിംഗ് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും TV-യുടെ മുമ്പിൽ ഇരിപ്പ് പിടിച്ചിട്ടുണ്ട്. നാമം ചൊല്ലല് തന്നെ. കുറച്ചു നേരം TV നോക്കിക്കൊണ്ട് നിന്ന് വെറുതെ. ജയ, മണിച്ചേച്ചിയൊക്കെ പോയോ? ഉവ്വ്. വെടി പൊട്ടിക്കുന്നത് പോലെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവൻ TV-യിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. സരസ്വതിയമ്മ വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി. വത്സലയും രാജിയും ആവണം പുറത്തു കടന്ന് ഗേറ്റ് അടയ്ക്കുകയാണ്. രമണി മണിക്കുട്ടിയുടെ കൂടെ പോയിരിക്കും. ആവോ? രാജി അകലെ നിന്ന് കൈയുയർത്തി യാത്ര പറഞ്ഞു. ഇങ്ങനെയൊരു അബദ്ധം പറ്റിച്ചില്ലായിരുന്നെങ്കിൽ അവളുടെ അശോകന്റെയും കാര്യത്തിൽ സംശയിക്കാനേ ഉണ്ടായിരുന്നില്ല. ഇതറിഞ്ഞിരുന്നിട്ട് എങ്ങനെയാ അവളെ? എത്രയായാലും ഞാനവൻ്റെ അമ്മയല്ലേ. അവൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ ആവോ? വെറുമൊരു ലവ് അഫെയർ മാത്രമാണെങ്കിൽ തരക്കേടില്ല. 2-4 ദിവസം കഴിഞ്ഞാൽ മറക്കും. പക്ഷേ സിനിമാക്കാരുടെ ഇടയിലായിരുന്നുവല്ലോ. അവിടെ പ്രേമമൊന്നൊന്നില്ല, അഴിഞ്ഞാട്ടമാണ്. അവളെ കണ്ടാൽ തന്നെ അറിയാം കുറഞ്ഞൊന്ന് കളിച്ചിട്ടുണ്ട്. അപകടം വല്ലതും പറ്റിയിട്ടുണ്ടോന്നേ സംശയമുള്ളൂ. അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കോ? അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ പോട്ടെ, സാരമില്ല. ഒന്ന് തൊടേ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. താനും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ റെസ്റ്റ് റൂം. ചെറുപ്പക്കാരായ ഹൗസ് സർജൻസ്. ഇപ്പോഴെന്തിനാലോചിക്കുന്നു? കാലം എത്രയോ കഴിഞ്ഞു. എങ്കിലും ആലോചിക്കുമ്പോൾ ഇപ്പോഴും കുറ്റബോധം തോന്നുന്നു. തോന്നേണ്ട കാര്യമില്ല. ചെറുപ്പത്തിൽ ഇത്തിരി കളിച്ചിരി ഉണ്ടാവും, പ്രത്യേകിച്ചും ആസ്പത്രിയിലെ അന്തരീക്ഷം. രാജിയെയും കുറ്റം പറഞ്ഞുകൂടാ. ഒന്ന് തൊടയെ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും കണക്കാക്കാനില്ല. അതല്ല ഒരു കുട്ടിക്കളി. അല്ലെങ്കിലും അശോകൻ പുണ്യവാളനൊന്നുമല്ലല്ലോ. കഞ്ചാവും കുടിച്ച് ഹിപ്പിയായി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഒപ്പിച്ചിട്ടുള്ളത് ദൈവത്തിനേ അറിയൂ. അപ്പോൾ പിന്നെ അതൊന്നും വിചാരിക്കാനില്ല. അവൾക്കാണെങ്കിൽ നല്ല ഡിമാൻഡായിരിക്കും. 1000കണക്കിന് ആൾക്കാർ വരി നിൽക്കും. സിനിമ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം മറക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാര് ലക്ഷക്കണക്കിനുണ്ട്. പോരെങ്കിൽ ഏട്ടൻ്റെ സ്വത്ത് മുഴുവനേ ഭദ്രയ്ക്കും രാജിക്കുമാണ് കൊടുക്കുക.
അത് തീർച്ച. കൃഷ്ണനുണ്ണിയുമായി എന്തൊക്കെയോ ആലോചന നടക്കുന്നുണ്ട്. ഉണ്ണി ശ്രീധരന്റെ സ്വന്തമാണ്. അപ്പം എല്ലാം അങ്ങോട്ട് തന്നെയായിരിക്കും. ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നക്ക പിച്ചയേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, വെറുതെ കിടക്കുന്ന സ്ഥലം കൂടി ആ ചെക്കന് കൊടുക്കില്ല എന്നാണ് വാശി. അവനൊരു നല്ല വഴി വരണ കാര്യമാണ്. എന്നിട്ടും വഴക്കിനും കേസിനും പോയിട്ടൊന്നും കാര്യമില്ലെന്നാ കുട്ടം പറയണത്. അതൊരു ഭീഷണിയാക്കാമെന്ന് മാത്രം. നയത്തിന് നിൽക്കണതാ നല്ലത്. അശോകനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കാൻ സാധിച്ചാൽ എല്ലാം ജയിച്ചത് തന്നെ. അത്ര എളുപ്പമല്ല. എന്തെങ്കിലും കൗശലം പ്രയോഗിക്കേണ്ടി വരും. പോർച്ചിന്റെ തൂണി ചാരി നിന്ന് കിഴക്കോട്ട് നോക്കി. മരങ്ങൾക്കിടയിലൂടെ കുന്നിന്റെ ശിഖരത്തിൽ കാണാം ഏട്ടന്റെ ബംഗ്ലാവിലെ വെളിച്ചം. എന്തു ഗംഭീരം വീടാണ്! എത്ര നല്ല സൈറ്റ്! അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എത്ര നിസ്സാരം. താമസിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കണം. പക്ഷേ ഏട്ടന് വലിയ വീടുണ്ടായിട്ട് എന്ത് കാര്യം? വേണ്ട വിധത്തിൽ ഫർണിഷ് ചെയ്തിട്ടില്ല, അലങ്കരിച്ചിട്ടില്ല. ഏട്ടനതൊന്നും ഇഷ്ടമല്ല. ലളിതമായി ജീവിക്കണം അത്രേ. ആയിക്കോട്ടെ, തൻ്റെ കയ്യിലായിരുന്നെങ്കിൽ, ഏട്ടൻ്റെ പകുതി സ്വത്ത് അനിയനുണ്ടായിരുന്നെങ്കിൽ കൊട്ടാരം പോലെ വെച്ചേനെ. ഇപ്പോഴും വേണമെങ്കിൽ പറ്റായികയൊന്നുമില്ല. ഇത്തിരി കൂടി നിർബന്ധിച്ചിരുന്നെങ്കിൽ മൂപ്പര് നോട്ടൻ സാഹിബിന്റെ ബംഗ്ലാവ് വാങ്ങിച്ചേനെ. ഏട്ടന്റെ വീടിന്റെ അത്ര തന്നെ വലുതാണ്. വലുതാക്കാൻ ധാരാളം പറമ്പുമുണ്ട്. പക്ഷെ ഇത്തിരി അകലെയാണ്. വയസ്സുകാലത്ത് ഏട്ടന്റെ അടുത്ത് തന്നെ വേണമെന്ന് മൂപ്പർക്കൊരു നിർബന്ധം. അത് ന്യായാണെന്ന് തോന്നിയത് കൊണ്ട് വിട്ടുകൊടുത്തതാണ്. തെറ്റായി. ഇപ്പൊ മൂപ്പര് കുറേശ്ശെ പറഞ്ഞാൽ കൂസാക്കാതെ ഇരിക്കുന്നു. അങ്ങനെ വിട്ടുകൂടാ. സ്വത്തിന്റെ കാര്യത്തില് ഏതായാലും വിടാൻ പോണില്ല. വെറുതെ വേണ്ടാത്തതിനൊന്നും പുറപ്പെടണ്ടെന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെ. അതൊന്നും പറ്റില്ല. ഏട്ടനെ മുഷിപ്പിക്കാൻ വയ്യെന്ന് വെച്ചാൽ ഏട്ടനോട് പറഞ്ഞു വേണ്ടത് ചെയ്യിക്കട്ടെ. മൂപ്പർക്ക് ഇപ്പോഴും ഏട്ടൻ ദൈവമാണ്. രാമന്റെ തമ്പി ലക്ഷ്മണൻ. അങ്ങനെയാണെങ്കിൽ പുലാവ് നൂറിലെ വസ്തു ഏട്ടനോട് പറഞ്ഞ് ഭാസിക്ക് കൊടുപ്പിക്കട്ടെ. മറ്റുള്ളവർക്കും കുറേശ്ശെ പങ്കുവെച്ച് തെരിയിപ്പിക്കട്ടെ. അതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം കാണാം ഏട്ടന് അനിയനോടുള്ള സ്നേഹം. ഇല്ലെങ്കിൽ അശോകന്റെ രാജിയുടെയും കാര്യം ഒന്ന് പറയട്ടെ. കാണാലോ ഏട്ടനും അനിയനും തമ്മിലുള്ള സ്നേഹത്തിന്റെ വലിപ്പം. അനിയൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഏട്ടനൊന്നും സമ്മതിക്കാൻ പോണില്ല. അന്ന് സൂര്യൻ തെക്ക് വടക്കാണ്. എന്നെയും മക്കളെയും പണ്ടേ കണ്ടുകൂടാ. അനിയനെ കുടുക്കിട്ട് പിടിച്ചു എന്നുള്ള പറച്ചിലാണ് എപ്പോഴും. എത്രയായാലും പീറ നഴ്സല്ലേ ആയിരുന്നതെന്ന്. അത്ര പീറയാണെങ്കിൽ എന്തിനു അംബികയെ കല്യാണം കഴിച്ചു? ഭാസിയുടെ അച്ഛന്റെ നിർബന്ധം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവള് സമ്മതിക്കില്ലായിരുന്നു. പ്രായം ഇത്തിരി കൂടുതലാണെങ്കിലും ആള് യോഗ്യനാണല്ലോ എന്ന് കരുതി താനും നിർബന്ധിച്ചു. അതുകൊണ്ടാണ് അവള് സമ്മതിച്ചത്. പക്ഷെ അവൾക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. അതിനു മുമ്പേ ആവോ കുട്ടന്റെ സംശയം ശരിയാണോ ആവോ? അവൻ അന്നേ പറയാറുള്ളതാണ് അപകടമരണമല്ലാന്ന്. വിശ്വസിച്ചില്ല. അത്ര വലിയ കടുങ്കൈ ചെയ്യും ഏട്ടൻ എന്ന് കരുതിയില്ല. ഇപ്പോൾ തോന്നുന്നു ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ. അങ്ങനെ ആവാൻ വഴിയില്ല. ഏട്ടനവളെ ജീവനായിരുന്നു. വലിയ സന്തോഷത്തിലുമായിരുന്നു. അവളുടെ വയറ്റിലുണ്ടായിരുന്നത് മൂപ്പരുടെ കുഞ്ഞല്ല എന്ന് വിചാരിക്കാൻ ഒരു ന്യായവും ഉണ്ടായിരുന്നില്ലല്ലോ. മൂപ്പർക്ക് കുട്ടി ഉണ്ടാവില്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ അവളെ കല്യാണം കഴിച്ച് കൊടുക്കുകയില്ലായിരുന്നു. മൂപ്പരുടെ വന്ധ്യത ഉറച്ചപ്പോഴേ അവളും തെറ്റ് ചെയ്തുള്ളൂ. തെറ്റോ? തെറ്റെന്ന് എങ്ങനെ പറയാനാണ്? ഒരു കുഞ്ഞുണ്ടാവണമെന്ന മോഹം ഏത് പെണ്ണായാലും ഉണ്ടാവില്ലേ? അങ്ങേരെ അറിയാത്തിടത്തോളം കാലം ഒരു തെറ്റുമില്ല. അവൾക്കാണെങ്കിൽ പണ്ടേ ഇത്തിരി ലോഹ്യമുള്ള ആളായിരുന്നല്ലോ മറ്റേത്. ഏട്ടന് മോഹമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാളെ കെട്ടിയനെ. അത്ര മോശമുള്ള ആളൊന്നുമല്ല. സരസ്വതി അമ്മ നെടുവീർപ്പിട്ടു. ആലോചിച്ചിട്ട് കാര്യമില്ല. വന്നതൊക്കെ വന്നു. എന്നാലും ഏട്ടൻ അങ്ങനെ കടുങ്കൈ ചെയ്തതാണെങ്കിൽ. നിറയാൻ ഭാവിച്ച കണ്ണ് സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു. ഒപ്പം പുറത്തു കാണിക്കാതെ പല്ല് ഞെരിച്ചു. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ ഉപ്പു തിന്നവൻ വെള്ളം. മൂക്കൊന്ന് ചീറ്റി. നെടുവീർപ്പിട്ട് ചവിട്ടുകല്ല് കയറി. മമ്മി! അശോകന്റെ ശബ്ദമാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഹിയ മമ്മി! തൂണിന്റെ നിഴലിലാണ്. വെളിച്ചം അങ്ങോട്ട് വീടുന്നില്ല. കൂടെ ജിമ്മുണ്ട്. രവിയും ഈ സംഘത്തിൽ ചേർന്നു പോവും. ശ്രീധരൻ അറിഞ്ഞാൽ കാല് തല്ലി ഒടിക്കും. എന്താടാ വേണ്ടത്? ചോദിച്ചത് അശോകനോടാണെങ്കിലും നോക്കിയത് ജിമ്മിന്റെ നേരെയാണ്. ശത്രുതയുടെ ലാഞ്ചനയുള്ള നോട്ടം. വിട്ടാലും വിടാത്ത കരിമ്പടക്കെട്ടാണല്ലോ ഈ കിപ്പിക്കഴിവേറി.
എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. നിലത്ത് ചമ്രം പിടഞ്ഞിരുന്ന അശോക് എഴുന്നേറ്റു. കം വിത്ത് മീ. സരസ്വതിയമ്മ മകനോടൊപ്പം വരാന്തയുടെ അറ്റത്തേക്ക് ചെന്നു. ശവത്തിന് സിഗരറ്റ് നാറുന്നു. സിഗരറ്റ് മാത്രമല്ല, പിന്നെ എന്തൊക്കെയുമോ. കുളിച്ചിട്ട് ദിവസം എത്രയായി ആവോ? എടാ, ഈ ഹിപ്പി വേഷമൊക്കെ ഒന്ന് മാറ്റി നിനക്ക് സ്വല്പം വൃത്തിയായിട്ട് നടന്നൂടെ? അടുത്ത് വരുമ്പോൾ നാറുന്നു. എനിക്ക് കുറച്ച് കാശ് വേണം. 100 വെള്ളി ഉണ്ടെങ്കിൽ തരൂ. 100 വെള്ളിയോ? സരസ്വതിയമ്മ നെറ്റി ചൊളിച്ചു. എന്തിനാ? ടു സ്പെൻഡ്. അത് മനസ്സിലായി, അല്ലാതെ കാശാരും പുഴുങ്ങി തിന്നാറില്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ 50 വെള്ളി തന്നത്? 50 വെള്ളി ഈസ് നത്തിങ് മമ്മി. തരൂ, ആവശ്യമുണ്ട്. മെനഞ്ഞാന്ന് മിനിയുടെ അടുത്ത് നിന്നും കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്താ അതൊക്കെ ചെയ്യണത്? ആർഗ്യൂ ചെയ്യാനൊന്നും ഞാനില്ല. ഗിവ്മില്ല. നിനക്കിനി ഒറ്റ കാശ് തരരുതെന്ന അച്ഛൻ്റെ ഓർഡർ. വേണമെങ്കിൽ അച്ഛനോട് മേടിച്ചോ. എൻ്റെ കയ്യിൽ പണം പെരണ കുടുക്കിയോ തുടങ്ങി മമ്മി ഓരോന്ന് പറച്ചില്. പണം ചെലവാക്കാനുള്ളതല്ലേ മമ്മി. ചാവുമ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കമോൺ. കൊണ്ടുപോകാനൊന്നും വേണ്ട, പക്ഷെ മരിക്കുന്നത് വരെ കഴിഞ്ഞുകൂടണ്ടേ? നിനക്ക് തോന്നിയാസത്തിന് പണം തന്നാൽ ബാക്കിയുള്ളൊരു വെള്ളത്തിലാവും. ഇഷ്ടം പോലെ ചെലവാക്കണം എന്ന് വെച്ചാൽ നീ ജോലി ചെയ്ത് സമ്പാദിക്കണം. വെറുതെ പറ്റില്ല. ലെക്ചറിങ് പിന്നെയാവാം. സേ യെസ് ഓർ നോ. അങ്ങനെ യെസ് ഓർ നോ പറയാൻ പറ്റുമോ? നീ ചെറിയ കുട്ടിയൊന്നുമല്ല. വയസ്സ് 10-24 ഈ പ്രായത്തിൽ ഓരോരുത്തരും ജോലി നോക്കി കുടുംബം പുലർത്തുന്നു. നീ അതൊന്നും വേണ്ട. സ്വന്തം കാര്യമെങ്കിലും വിചാരിക്കണ്ടേടാ. ഇങ്ങനെ നടന്നാൽ മതിയോ? എന്തുപോലെ പഠിച്ചിരുന്ന കുട്ടിയാ നീ. എന്നെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് എത്ര വിമ്മിഷ്ടമുണ്ടെന്ന് നിനക്കറിയോ? അതൊന്നും ആലോചിക്കാതെ നീ ഇങ്ങനെ. ശരി, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ തരണ്ട, അത് പറഞ്ഞാൽ മതി. വേദാന്തമൊന്നും പറയണ്ട. ഒന്നും പറയണ്ടെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനു നീയും മനസ്സ് വെക്കണ്ടേ? നിനക്ക് നിന്റെ ചേട്ടന്മാരെ കണ്ടുപഠിച്ചൂടെ? ആ രാധാകൃഷ്ണൻ നന്ദനെ നോക്ക്. ഐ ആം മെയ്ഡ് ഡിഫറെന്റ്ലി. എന്ത് ഡിഫറെന്റ്ലി? ഊണിന് ഊണ് വേണം, കാശിന് കാശ് വേണം, കുപ്പായത്തിന് കുപ്പായം വേണം. അത് പിന്നെ കീറിയതായാലും നാറിയതായാലും മതി. ആൾ റൈറ്റ്, അമ്മ പ്രസംഗിക്കുകയാണെങ്കിൽ ഗോ ഹെഡ്. പക്ഷേ ഇതിങ്ങനെ തുടർന്നാൽ യു വിൽ നോട്ട് സീ മീ ഹിയർ എനിമോ. അശോകൻ തിരിഞ്ഞു നടന്നു. പണം കെട്ടിപ്പിടിച്ചിരുന്നോളൂ. സരസ്വതിയമ്മ മകനെ തന്നെ നോക്കിക്കൊണ്ട് തെല്ലിട അങ്ങനെ നിന്നു. അവനിങ്ങനെയൊക്കെ പറയാറായല്ലോ. എന്തൊരു മാറ്റമാണ് ചെക്കന് വന്നത്. തികച്ചും ഒരു വെറിയൻ. ഇംഗ്ലണ്ടിൽ പോണ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പട്ടുപോലെയായിരുന്നു. എല്ലാവരുടെയും കണ്ണിലുണ്ണി. കൂട്ടുകൂടി കേടുവന്നു. കൊരങ്ങൻ ജിമ്മിനെ പോലെ ആയിരക്കണക്കിനുണ്ടല്ലോ അവിടങ്ങളിൽ. ജിമ്മിനതൊക്കെയാവാം. അച്ഛന് പൂത്ത കാശുണ്ട്. കോലാലംപൂരിലെ അമ്മാവൻ ഇഷ്ടം പോലെ കൊടുക്കുന്നു. കുറെ കഴിഞ്ഞാൽ ഈ പൂതിയൊക്കെ മാറും. താടി പഠിച്ചു മര്യാദക്കാരനായി അമേരിക്കയ്ക്ക് മടങ്ങും. ഫാമിലി ബിസിനസ് ഏറ്റെടുക്കും. മാന്യനായി ജീവിക്കും. അവിടെ ആരും നെറ്റി ചുളിക്കില്ല. ഇവിടെ അതല്ല. ഒരിക്കൽ ചീത്തയായോ കഴിഞ്ഞു. ആജീവനാന്തം ചീത്ത തന്നെ. അതീ പൊട്ടൻ മനസ്സിലാക്കുന്നില്ല. കഴുത. ഇതൊക്കെയൊന്ന് വേണ്ടെന്ന് വെച്ച് മാനം മര്യാദ നടന്നാൽ എത്ര സുഖമായിട്ട് കഴിഞ്ഞുകൂടാം. അതിന് പറഞ്ഞാൽ ഏശണ്ടേ. എന്നെ ഇവിടെ കാണില്ല എന്നാണ് ഭീഷണി. ഭീഷണിയല്ല, ചെറുക്കൻ പറഞ്ഞതുപോലെ പറ്റിക്കും. അതാണ് ജാതി. അങ്ങനെ കൈവിട്ടാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കണം. എന്നിട്ട് വേണം രാജിയുടെ കാര്യം ഒന്ന് നോക്കാൻ. അത് ഇലയോ കായോ എന്നറിയുന്നത് വരെ ചെക്കനെ പാട്ടിൽ നിർത്തണം. അതേ മാർഗമുള്ളൂ. വീണ്ടും ദീർഘശ്വാസം വിട്ട് തിരിഞ്ഞു നടന്നു. അശോകനും ജിമ്മും പുക വലിച്ചു തള്ളുകയാണ്. രവി വലിക്കുന്നില്ല. തന്നെ പേടിച്ചിട്ടാവും. പക്ഷേ പോക്ക വഴിക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ വേഷം? മുടി വളർത്തിയിരിക്കുന്നു. ബെൽബോട്ടം കാലുറയും ഗുരു ഷർട്ടും. ശ്രീധരൻ എങ്ങനെ ഇതെല്ലാം അനുവദിക്കുന്നു? സിറ്റിംഗ് റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് ശങ്കിച്ചു നിന്നു. ഊണ് കഴിഞ്ഞ് അശോകനോട് പറഞ്ഞു, ഊണ് കഴിഞ്ഞ് അച്ഛൻ കിടന്ന മോൾക്ക് വന്നോ? താങ്ക് യു മമ്മി ഡാർലിംഗ്. മമ്മി ഡാർലിംഗ് ചെവിക്കൊരൊറ്റ കൊടുക്കുകയാണ് വേണ്ടത്. പ്ലാനൊക്കെ ഒന്ന് ശരിയായും കൈലിങ്ങട്ട് കിട്ടട്ടെ. എന്നിട്ട് കാണിച്ചു കൊടുക്കാം അമ്മയുടെ തനിനിറം. അതുവരെ ചെക്കൻ ഇടത്തടിക്കാതെ കഴിയണമല്ലോ. സിറ്റിംഗ് റൂം മുറിച്ചു കടന്ന് മുകളിലേക്ക് കോണി കയറി. സരസ്വതിയമ്മ ആളെങ്ങനെയാന്ന് മനസ്സിലായില്ലേ? 1-ാം ഭാഗം ഇവിടെ തീരുക. 2-ാം ഭാഗവുമായി വേഗം എത്താം.